വളരെ സന്തോഷത്തിന്റെ ഒരു നിമിഷമാണ്. എന്ത് തോന്നുന്നു ഈ നിമിഷത്തില്? തീർച്ചയായിട്ടും വളരെയധികം എക്സൈറ്റഡ് ആണ്. ഇങ്ങനെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത, അതായത് അച്ഛനും ഞങ്ങൾ ആരും തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ഒരു ഉയർച്ചയിലേക്കാണ് അച്ഛനെ ദൈവം കൊണ്ടെത്തിച്ചത്. അതിൻ്റെ വളരെയധികം ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം കൂടിയായിരുന്നു. പിതാവിന്റെ ചേച്ചിയാണ്. എത്ര മക്കളാണ് കുടുംബത്തിൽ? ഞങ്ങൾ 8 മക്കളാണുള്ളത്. അതിൽ അച്ഛൻ 6ാമത്തെ മകനാണ്. ഞങ്ങൾ 3 പെണ്ണുങ്ങളും 3 പെൺകുട്ടികളും 5 ആൺകുട്ടികളുമാണ്. അച്ഛൻ 6ാമത്താണ്. അതിൽ അപ്പനും അമ്മയൊക്കെ? അപ്പനും അമ്മയും നേരത്തെ തന്നെ മരിച്ചു. അച്ഛൻ ഡീക്കനായിരിക്കുമ്പോൾ തന്നെ അമ്മ മരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് 2005 അപ്പച്ചൻ മരിച്ചത്. പിതാവിന്റെ ചെറുപ്പകാലത്തിൽ എന്തെങ്കിലും ഒരു ഓർമ്മ പങ്കുവയ്ക്കാൻ പെട്ടെന്ന് ചോദിച്ചാൽ എന്താണ് വരുന്നത്? അച്ഛൻ എൻ്റെ ഏറ്റവും 3 താഴെയുള്ളവരാണ്. ഇപ്പം അച്ഛൻ 6ാമത്തതായതുകൊണ്ട് തന്നെ ഇങ്ങനെ അച്ഛനെന്നും ശാന്തമായിട്ടുള്ളൊരു സ്വഭാവമായിരുന്നു. എപ്പോഴും അച്ഛൻ കൂടുതലായിട്ട് കളിക്കുന്നത് അച്ഛനായിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ഉടുപ്പൊക്കെ ഇട്ട് ഓസി കൊടുക്കുന്ന ആ രീതി മാത്രമാണ് അച്ഛനുള്ളൂ. അച്ഛൻ്റെ ശൈലി അനുസരിച്ച് ഒത്തിരി സ്നേഹവും സമാധാനവും ശാന്തതയും ഉള്ള ഒരാളാണ്. ഏറെ പ്രത്യേകിച്ച് അങ്ങനെ അച്ഛനെടുത്ത് പറയത്തക്ക ഒരു ഇതായിട്ട് എപ്പോഴും ശാന്തതയാണ്. കുടുംബത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും ഒത്തിരി പാട്ടും ഡാൻസും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നിങ്ങൾ 2 പേരാണ് ദൈവവിളി സ്വീകരിച്ച കുടുംബത്തിൽ നിന്ന്? 2 പേര്. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നു? ബാക്കിയുള്ളവര് മൂത്ത ചേട്ടൻ എല്ലാവരും സെറ്റിൽഡ് ആണ്. മാരീഡായിട്ട് സെറ്റിൽഡ് ആണ് എല്ലാവരും തന്നെ. പിതാവ് സെമിനാരി പഠിക്കുന്ന സമയത്താണ് മാതാപിതാക്കളും നഷ്ടപ്പെടുന്നത്. അതിനുശേഷം സെമിനാരിയില് അപ്പച്ചൻ പിന്നീടാണ്, അച്ഛനായതിനു ശേഷമാണ് നഷ്ടപ്പെടുന്നത്. 2005 അച്ഛനായത് 1993 അച്ഛനായത്. എപ്പോഴാണ് ഈ ഒരു വാർത്ത സിസ്റ്റർ അറിയുന്നത്? അത് യാദർശികമായിട്ട് ഇവിടെ വന്നതാണോ അതോ മുൻകൂട്ടി അറിഞ്ഞു വന്നതാണോ? ഇല്ല, അതായത് ഞാൻ ഇങ്ങനെ അച്ഛൻ പറഞ്ഞതുപോലെ പിതാവ് പറഞ്ഞതുപോലെ നേരത്തേക്ക് ഇങ്ങനെ ഒരു റൂമർ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇപ്പോൾ ഇന്ന് അച്ഛൻ എന്നോട് പ്രത്യേകമായിട്ട് വരണമെന്ന് പറഞ്ഞ്. അപ്പം എനിക്കിത്തിരി പനിയൊക്കെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു അച്ഛൻ ഞാൻ വേറെ ആരെങ്കിലും വിടാം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറയില്ല സിസ്റ്റർ തന്നെ വരണമെന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെ വന്നതാണ്. വന്നപ്പോഴാണ് ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ അച്ഛന്മാരിങ്ങനെ ചോദിച്ചപ്പോഴാണ് എനിക്കൊരു ചെറിയ സൂചന തോന്നിയത്. ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഇങ്ങനെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഇങ്ങനെ ഇവിടെ എപ്പോഴും പല രീതിയിലുള്ള എപ്പോഴും ഉണ്ടാകുമല്ലോ ഇങ്ങനെ അവരാകുന്നു ഇവരാകുന്നു എന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് കാര്യമായിട്ട് എടുത്തില്ല.